പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദ്രമതി തൻ്റെ വീട്ടുകാരെ അപമാനിച്ചതൊക്കെ ഓർത്ത് രാത്രി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും രേവതി. ആ സമയം തന്നെയാണ് സച്ചി ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുന്നത്. രേവതി, എനിക്ക് നാളെ കുറച്ച് നേരത്തെ പോകണം കേട്ടോ, ഒരു ട്രിപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന സച്ചി രേവതി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുന്നതും എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലെന്നും പറഞ്ഞ് കണ്ണുനീര് തുടക്കുമ്പോൾ ഒന്നുമില്ലാഞ്ഞിട്ടാണോ നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അമ്മ വീണ്ടും എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ ഇനി എന്ത് പറയാനാ? പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ. ഞാൻ കാരണം എന്റെ കുടുംബത്തിന് ഇവിടെ വന്ന് തല കുനിച്ച് നിൽക്കേണ്ടി വന്നെന്നല്ല ഇങ്ങനെ രേവതി പറയുമ്പോ അതോർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കണോ വീണ്ടും? അതെല്ലാം കഴിഞ്ഞു പോയില്ലേ. അമ്മയുടെ വാടച്ചു പൂട്ടാൻ ആരെ കൊണ്ടും സാധിക്കില്ല. ആ സുധിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ. എന്റെ അനിയന്റെ മേലെ ഒരു തെറ്റുമില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. പിന്നെ എന്തിനാ നീ വീണ്ടും കരയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോ ഇതുപോലൊരു കുറ്റം അവന്റെ മേലെ വന്നില്ലേ. ഞങ്ങൾ പാവപ്പെട്ടവരായതുകൊണ്ട് ആർക്കും എന്ത് വേണമെങ്കിലും പറഞ്ഞ് തട്ടിക്കളിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ വിഷമിക്കുമ്പോ എന്താ രേവതി ഇത്? ഇങ്ങനെയൊന്നും പറയാതെ. ഇവിടെയുള്ള ബാക്കിയുള്ളവരൊക്കെ പിന്നെ വലിയ ജമീന്ദാർ കുടുംബത്തിൽ നിന്നും വന്നതുപോലെയല്ലേ കഴിയുന്നത്. ഈ വീട് അമ്മയുടെ പേരിലായതിന്റെ അഹങ്കാരമാണ് അമ്മയ്ക്ക്. ഇവിടെയുള്ള ബാക്കിയുള്ളവരൊക്കെ പണക്കാരാണോ? ഞാൻ വെറും ഒരു ഡ്രൈവർ അല്ലേ. നീ എന്തിനാ വെറുതെ നിന്റെ കുടുംബത്തെ തന്നെ താഴ്ത്തി കെട്ടുന്നതെന്നൊക്കെ ചോദിക്കുമ്പോ അങ്ങനെയല്ല. ശരത്തിന്റെ സ്ഥാനത്ത് ശ്രുതിയുടെ അനിയനാണെങ്കിൽ അവരങ്ങനെ പറയാൻ പോയിട്ട് ആലോചിക്കുക പോലും ചെയ്യില്ലായിരുന്നു. കാരണം അവള് വലിയ പണക്കാരിയല്ലേ. മലേഷ്യൻ കുടുംബം, അതിന്റെ മര്യാദ കൊടുക്കുമല്ലോ എന്നൊക്കെ രേവതി പറയുമ്പോ പിന്നെ ഒരു മലേഷ്യൻ കുടുംബം വന്നിരിക്കുന്നു, നീ ഒന്ന് പോയേ രേവതി എന്ന് പറയുന്നുണ്ട് സച്ചി. കാലമായി ഒരു മലേഷ്യയുടെ കഥ കേൾക്കാൻ തുടങ്ങിയിട്ട് അവൾ ആരായാലും നമുക്ക് എന്താന്നൊക്കെ പറയുമ്പോ അവളുടെ നടപ്പും രീതിയും ഒക്കെ അങ്ങനെയല്ലേ. ഞാൻ സാധാരണ ഒരു പൂ കെട്ടുന്ന കുടുംബത്തിൽ നിന്നും വന്നവള്. എന്റെ അച്ഛൻ ഒരു കരിമ്പ് ജ്യൂസ് കടക്കാരനായിരുന്നു. അങ്ങനെയുള്ള ഞങ്ങൾക്ക് ഇത്രയല്ലേ മര്യാദ കിട്ടൂ. അമ്മ എന്തൊക്കെയാ ഞങ്ങളെ കുറിച്ച് പറഞ്ഞത്? അമ്മ ഇവരുടെ മുമ്പിൽ തല കുനിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് എത്രമാത്രം വിഷമം വന്നെന്നറിയോ. പുറത്ത് നിന്നുള്ളവർ ആരെങ്കിലുമാണ് ഇത് പറഞ്ഞതെങ്കിൽ ഞാൻ നല്ല മറുപടി തന്നെ തിരിച്ചു കൊടുത്തേനെ. പക്ഷെ ഇത് എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ലല്ലോ, പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുമ്പോ പറയാൻ പറ്റില്ലെന്ന് ആര് പറഞ്ഞു? അവർ പറഞ്ഞ അതേ രീതിയിൽ തന്നെ അവരോട് തിരിച്ചു പറയണമായിരുന്നു. അത് ചെയ്യാതെ ഇപ്പൊ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യമെന്നൊക്കെ സച്ചി പറയുമ്പോ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നാ നിങ്ങൾ ഈ പറയുന്നത്? കള്ളന്മാരെന്ന് വിളിച്ച് ഞങ്ങളെ അപമാനിച്ചില്ലേ. കാല് വയ്യാതെ ഒറ്റക്കാലിൽ നിന്ന് പൂമാല കെട്ടി അത് വിറ്റിട്ടാണ് അമ്മ ചിലവിനുള്ള വഴി കണ്ടെത്തുന്നത്. അങ്ങനെയുള്ള അമ്മയെയാണ് കള്ളന്റെ കുടുംബമെന്നും പറഞ്ഞ് അപമാനിച്ച് സംസാരിച്ചതെന്നൊക്കെ പറഞ്ഞ് വീണ്ടും കരയുന്നുണ്ട് രേവതി. എനിക്ക് മനസ്സിലാകും രേവതി, കഷ്ടമായി പോയി. അമ്മ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയെന്ന് എനിക്കറിയാം. അതുകൊണ്ടൊക്കെ തന്നെയാ ഞാൻ അമ്മയോട് നല്ലോണം തിരിച്ചു പറഞ്ഞത്. നീ കരയാതിരിക്കെന്നൊക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുമ്പോ എനിക്ക് അമ്മയെ കുറിച്ച് ഓർക്കുമ്പോഴാണ് സങ്കടം എന്നൊക്കെ പറയുമ്പോ എന്തിനാ വെറുതെ സങ്കടപ്പെടുന്നത്? അമ്മ അച്ഛനോടൊക്കെ സംസാരിച്ച് നല്ല രീതിയിലല്ലേ ഇവിടെ നിന്ന് പോയതെന്നൊക്കെ പറയുമ്പോ ഇല്ലെന്നേ, അമ്മയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ അമ്മയെ. ഇതിനെ കുറിച്ച് തന്നെ ഓർത്തോർത്ത് രാവിലെ വരെ കരഞ്ഞോണ്ടിരിക്കും. മനസ്സ് വിഷമിപ്പിച്ച് എന്തെങ്കിലും അസുഖം വരുത്തി വെക്കും. അത് ഓർത്താണ് എന്റെ പേടി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് രേവതി. ഒരു തവണ കള്ളന്റെ കുടുംബം എന്നുള്ള പേര് വീണാൽ വീണ്ടും എപ്പോൾ വേണമെങ്കിലും ആ പേര് വരാം. അമ്മയുടെ മനസ്സിൽ നിന്ന് ഇനി എന്ന് അത് മാഞ്ഞു പോകാനാ? അമ്മ അതെല്ലാം ഓർത്ത് ശരിക്കും ഉറങ്ങുക പോലും ഇല്ലെന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമ്പോ രേവതി, നീ അത് തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാതെ അക്കാര്യം വിട്ടുകളാ. എന്റെ അമ്മയെ കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. അവർ പറയുന്നതൊക്കെ ഒരു വിഷയമാക്കി എടുത്താൽ അതിനെ സമയം കാണൂ. ഈ തൽക്കാലം ഈ കരച്ചിലൊന്ന് നിർത്തി ആ കണ്ണൊക്കെ ഒന്ന് തുടക്കിയെന്നൊക്കെ പറയുമ്പോ രേവതി വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ്. രേവതി വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണെന്ന് കാണുന്നതും സച്ചിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഈ കരച്ചിലൊന്ന് നിർത്തി ആ കണ്ണൊക്കെ തുടക്കിയെന്നൊക്കെ പറഞ്ഞ് സച്ചി ശബ്ദം ഉയർത്തുന്നതും അവള് വേഗം തന്നെ കരച്ചിൽ നിർത്തി മുഖമൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. അത് കാണുന്നതും സച്ചി ഒരു ചെറു ചിരിയോടെ വാട്ടർ ബോട്ടിൽ എടുത്ത് ഇന്ന വെള്ളം കുടിക്കെന്നും പറഞ്ഞുകൊണ്ട് രേവതിക്ക് കൊടുക്കുന്നുണ്ട്. വെള്ളം കുടിച്ചോണ്ട് നിൽക്കുന്ന രേവതിയോടായിട്ട് നോക്ക് രേവതി, ആര് എന്തൊക്കെ പറഞ്ഞാലും വെറുതെ കരഞ്ഞോണ്ടിരിക്കാൻ മാത്രം നിൽക്കരുത്. അച്ഛമ്മ എപ്പോഴും പറയാറുണ്ട് നമ്മൾ എപ്പോഴും സത്യം മാത്രം പറയണം, അത് നമ്മളെ എല്ലാ പ്രശ്നത്തിൽ നിന്നും രക്ഷിക്കുമെന്ന്. ഇവിടെ ഇന്ന് നടന്നതും അത് തന്നെയാ. ശരത്തിന്റെ മേൽ ഒരു തെറ്റുമില്ല. അവൻ നല്ലവനായത് കൊണ്ടാണ് സത്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടതും അവൻ രക്ഷപ്പെട്ടതുമെന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുമ്പോ രേവതി അവനെ തന്നെ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഇങ്ങനെ നോക്കുന്നത്? ഞാൻ പറഞ്ഞതിൽ കാര്യമില്ലേ. നല്ലത് ചെയ്താൽ നല്ലത് തന്നെയാ നടക്കുക. അതാണ് സത്യം. അമ്മ ചിലപ്പോൾ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞെന്നിരിക്കും. ഈ ദിവസവും പൂ കെട്ടുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ അത് നിങ്ങൾക്ക് അറിയില്ലേ, പിന്നെന്തിനാ ചോദിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ അത് പറയാന്നൊക്കെ പറയുമ്പോ ഉണ്ടെന്ന് രേവതി പറയുന്നതും നിന്റെ കയ്യിലുള്ള പൂവെല്ലാം ഒരേ കളറാണോ എന്നൊക്കെ ചോദിക്കുമ്പോ അതെങ്ങനെ ഒരേപോലെ കളർ ഇരിക്കും? ഓരോ പൂവിനും വേറെ വേറെ കളറല്ലേ എന്ന് പറയുന്നുണ്ട് രേവതി. റോസ് പോലും പല കളറിലുണ്ടെന്നൊക്കെ പറഞ്ഞ് രേവതി പൂക്കളെ കുറിച്ച് വാ തോരാതെ സംസാരിക്കുന്നതും മതി മതി നിർത്തേ. ഞാനിപ്പോ എന്താ പറയാൻ വന്നത്? ഇപ്പൊ പിടികിട്ടി. അങ്ങനെ പൂ പോലും പല കളറിലായിരിക്കുമ്പോ മനുഷ്യൻ എങ്ങനെ ഒരുപോലെ ഇരിക്കുവോ?
എന്റെ അമ്മയെ പോലെയും ചിലരുണ്ടാകും, അവര് പറയുന്നതൊന്നും കാര്യമായിട്ട് എടുക്കേണ്ട രേവതി എന്നൊക്കെ പറയുമ്പോ അതൊക്കെ എനിക്കറിയാം. എങ്കിലും നാളെ ഒരിക്കൽ അമ്മ എങ്ങനെ ഈ കുടുംബത്തേക്ക് കയറി വരും? ഭരത്തും ദേവവും വീണ്ടും ഇങ്ങോട്ട് വരാൻ ഭയപ്പെടില്ലേ എന്നൊക്കെ പറയുമ്പോ എന്തിനു ഭയപ്പെടണം? അമ്മയെ കുറിച്ചൊന്നും ഓർക്കണ്ടെന്ന് അവരോട് പറയണം. ഇവിടേക്ക് വരാൻ അവർക്ക് എല്ലാ അവകാശവും ഉണ്ടെന്നൊക്കെ സച്ചി പറയുമ്പോ ഇങ്ങനെ ഒരു കുറ്റം അവരുടെ മേലെ ചാർത്തി കൊടുത്തില്ലേ, ഇനി അവരെങ്ങനെ ഇങ്ങോട്ട് വരുമെന്ന് ചോദിക്കുന്നുണ്ട് രേവതി. എന്താ അവർക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലാത്തത്? ഇവിടെ ഞാനില്ലേ, നീ ഇല്ലേ? എന്റെ അമ്മയും അനിയത്തിയും അനിയനും ഒക്കെ ഇപ്പൊ എന്റെയും കൂടി സ്വന്തമല്ലേ? അതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല. അവർക്ക് ഇങ്ങോട്ട് വരാൻ അവകാശമില്ലെന്ന് എന്തിന്റെ പേരിലാണ് നീ പറഞ്ഞതെങ്കിലും അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. വീട്ടിൽ ചുവരിലിരിക്കുന്നില്ലേ ഒരാള്, നിന്റെ അച്ഛൻ, അവരല്ലേ എന്റെ അമ്മാവൻ. അതൊന്നും ആരെ കൊണ്ടും മാറ്റാൻ സാധിക്കില്ല. അമ്മ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും മാറാൻ പോകുന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഉള്ളിടത്തോളം കാലം അവരിങ്ങോട്ടും, അവരവിടെ ഉള്ളിടത്തോളം കാലം നമ്മൾ അങ്ങോട്ടും പോകുമെന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുമ്പോ ഓടി വന്ന് സച്ചിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ രേവതി. തന്നെ കെട്ടിപ്പിടിച്ച് രേവതി ഇങ്ങനെ കരയുന്നത് കാണുമ്പോ വീണ്ടും കരയാണോ? ഒറ്റ വീക്ക് അങ്ങ് വെച്ച് തന്നാലുണ്ടല്ലോ, അതിന് മാത്രം ഞാൻ എന്താ ഇപ്പൊ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോ ഞാനിപ്പോൾ കരയുന്നത് സന്തോഷം കൊണ്ടാണ്, നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ ഷർട്ടിൽ പിടിച്ച് അവന്റെ കവിളിൽ അമർത്തി ചുംബിക്കാണ് രേവതി. സച്ചിയെ ചുംബിച്ചുകൊണ്ട് പിന്തിരിയാൻ തുടങ്ങുന്ന രേവതിയെ പിടിച്ചു നിർത്തി അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് കുറച്ചു നേരം. അല്പനേരം അവളുടെ കണ്ണുകളിലേക്ക് തന്നെ അങ്ങനെ നോക്കി നിന്നതിന് ശേഷം അവളെയും തിരികെ കെട്ടിപ്പിടിക്കുന്നുണ്ട് സച്ചി. പിന്നീട് സുധിയെയും വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി വാതിലടക്കുകയാണ് ചന്ദ്രമതി. തുടർന്ന് എന്തിനാടാ നീ ഇത് ചെയ്തത്? പറയടാ, പറയെന്നും പറഞ്ഞുകൊണ്ട് അവനെ തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ട്. പറയടാ, എന്തിനാടാ നീ ആ പണം എടുത്തത്? ആ പണം എടുത്തോണ്ട് പോയിട്ട് അത് എന്നോട് പറയാൻ പോലും നിനക്ക് തോന്നിയോന്നും ചോദിച്ച് തന്റെ ദേഷ്യം തീരുവോളം സുധിയെ അടിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി. ചന്ദ്രമതി അവിടെ തളർന്നിരിക്കുന്നതും സോറി അമ്മേ, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ശ്രുതി എന്നോട് ഹണിമൂണിനുള്ള ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. എന്റെ ഓണറിന്റെ അടുത്ത് പോയി അഡ്വാൻസ് ആയിട്ട് ഞാൻ കുറച്ച് പൈസ ചോദിച്ചു. ജോലി ചെയ്ത് വീട്ടിൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് പോലും അയാൾ അത് തന്നില്ല. എനിക്ക് ആ കാര്യം ശ്രുതിയോട് പോയി പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ ആ പൈസ എടുത്തത്. അമ്മ എന്നോട് ക്ഷമിക്ക്, സോറി എന്നൊക്കെ പറയുമ്പോ എടാ, നീ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ആ പൈസ സന്തോഷത്തോടെ എടുത്തു തന്നേനെ. ഇപ്പൊ എന്താ സംഭവിച്ചത്? ആ കള്ളന്റെ കുടുംബത്തിന് മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ടി വന്നില്ലേ എനിക്ക്? അത് മാത്രവുമല്ല, എന്നെ കൊണ്ട് മാപ്പ് പറയിച്ചില്ലേ നിന്റെ അച്ഛൻ? മുമ്പിൽ എന്റെ തൊലി ഉരിഞ്ഞു പോയെന്നൊക്കെ പറയുമ്പോ ഞാൻ ഇക്കാര്യം അമ്മയോട് പറയണമെന്ന് കരുതിയതായിരുന്നു. അപ്പോഴേക്കും അമ്മ വെറുതെ പ്രശ്നമുണ്ടാക്കിയതല്ലേ എന്ന് പറയുന്നുണ്ട് സുധി. നമ്മുടെ വീട്ടിലിരിക്കുന്ന പണം നിനക്ക് കട്ടോണ്ട് പോകേണ്ട ആവശ്യമെന്താ? അതും എന്റെ കയ്യിലിരിക്കുന്ന പണം. സോറി അമ്മേ, ശ്രുതി ഹണിമൂണിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുമ്പോ ഞാൻ നുണ പറഞ്ഞ് നിന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ സച്ചി നിന്നെ എല്ലാവരുടെയും മുമ്പിലിട്ട് അടിച്ചു കൊന്നേനെ. ശ്രുതിക്ക് മുമ്പിൽ നിന്റെ മാനവും മര്യാദയും എല്ലാം നഷ്ടപ്പെട്ടു പോയേനെ. അവൾ നിന്നെ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ട്, അതെല്ലാം നഷ്ടപ്പെടില്ലേ എന്നൊക്കെ പറയുമ്പോ തെറ്റാണമ്മേ, ഇത്തവണത്തേക്ക് ക്ഷമിച്ചേക്ക്, ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പറയുകയാണ് സുധി. സമയം സുധിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്റെ അഭിമാനമാണ് നീ എന്ന് പറഞ്ഞ് നടക്കുന്നവളാണ് ഈ അമ്മ. നീ കാരണം അമ്മയ്ക്കൊരിക്കലും ആരുടെ മുമ്പിലും തല കുനിക്കേണ്ടി വരരുത്. ജോലി നഷ്ടപ്പെട്ട കാര്യം ശ്രുതി അറിയുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും മറ്റൊരു ജോലി കണ്ടെത്താൻ നോക്ക്. ജോലിക്ക് പോയി തുടങ്ങുമ്പോൾ നിന്റെ എല്ലാ പ്രശ്നവും മാറും. മോൻ സമാധാനമായിട്ടിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് സുധിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ചന്ദ്രമതി. ശരി അമ്മേ, ഞാൻ നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞുകൊണ്ട് സുധി അവിടെ നിന്ന് എണീറ്റ് പോകുമ്പോ സുധി പോയ വഴിയെ ഇങ്ങനെ നോക്കി വിഷമത്തോടെ ഇരിക്കുകയാണ് അവര്.